കൂട്ടുകാർക്കും മല്ലോ മൊബൈൽ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ വൈഫൈ മോഡത്തിൽ എങ്ങനെ ഒരു യൂസറിനെ മാത്രം ബ്ലോക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ കൂട്ടുകാർക്കൊക്കെ വൈഫൈയുടെ പാസ്വേഡും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അവർ അത് പതിവായി ഉപയോഗിക്കുന്നുണ്ടാവും. നമ്മൾ പാസ്വേഡ് മാറ്റിയാൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചില കൂട്ടുകാരെ അങ്ങനെ പാസ്വേഡ് പറഞ്ഞു തരില്ല എന്നൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു ടിക്ക് വഴി അവരെ എന്ത് ചെയ്യാം, നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങളുടെ മോഡം ഫസ്റ്റ് ഓപ്പൺ ആക്കണം. മോഡത്തിൻ്റെ കൺട്രോൾ പാനലുണ്ട്. അതിന് നിങ്ങളുടെ ബ്രൗസറിൽ പുതിയ വിൻഡോയിൽ ആദ്യം നിങ്ങൾ മോഡത്തിൻ്റെ പേജ് എടുക്കുക. അതിന് 192.168.0.1 എന്നടിച്ചാൽ മതി. ചില മോഡത്തിന് 1.1 എന്നായിരിക്കും. ഇപ്പോൾ എൻ്റെ മോഡത്തിന് 0.1 ആണ്. അങ്ങനെ അടിച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു പേജ് വരുന്നതാണ്. അവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ പറയും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യണം. ഡിഫോൾട്ടായിട്ട് ലോഗിൻ അഡ്മിൻ എന്നതായിരിക്കും. .1 എന്നടിക്കുക. ഡിഫോൾട്ടായിട്ട് ലോഗിൻ അഡ്മിൻ എന്ന് തന്നെയായിരിക്കും. യൂസർ നെയിം അഡ്മിൻ, പാസ്വേഡ് അഡ്മിൻ. ഞാനിപ്പോൾ പാസ്വേഡ് യൂസർ നെയിം ഒരു പ്രാവശ്യം അടിച്ചതുകൊണ്ടാണ് ഇവിടെ വീണ്ടും ചോദിക്കാത്തത്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മോഡത്തിൻ്റെ സെറ്റിങ്സ് വരുന്നത്. ഇതിപ്പോൾ TP-Linkൻ്റെ മോഡാണ്. പല കമ്പനിയുടെ മോഡത്തിനനുസരിച്ച് സെറ്റിങ്സ് മാറ്റണ്ടാവും. പക്ഷേ മെനൂസ് അധികം ഇത് തന്നെ ആയിരിക്കും. ഇപ്പോൾ TP-Linkോ നിങ്ങൾ വേറെ D-Link ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഇവിടെ വന്നാൽ DHCP എന്ന് പറയുന്നൊരു സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് DHCP ക്ലയൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്താൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ വൈഫൈ മോഡത്തിൽ ആരെല്ലാം കണക്റ്റ് ആയിരിക്കുന്നു എന്ന് കാണാം. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, നിങ്ങൾക്ക് ഓരോരോ ക്ലയൻറ്റുകൾ ഇപ്പോൾ 5 പേര് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. റീഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവുന്നത് കാണാം. 5 പേരിൽ ഇത് ആൻഡ്രോയിഡ് യൂസറാണ്, ഇത് ലാപ്ടോപ്പാണ്, ഇത് ഐഫോണാണ്, ഇത് എൻ്റെ ലാപ്ടോപ്പാണ്, ഇത് വേറെ ആൻഡ്രോയിഡ് യൂസറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് യൂസറെ ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ ഇയാൾക്ക് നമ്മൾ പാസ്വേഡ് ഓൾറെഡി അറിയുന്നുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഇയാളെ മാത്രം ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക എന്താണെന്ന് വെച്ചാൽ ഈ ഒരു യൂസറിൻ്റെ MAC അഡ്രസ്സാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു MAC അഡ്രസ്സ് ആദ്യം കോപ്പി ചെയ്യുക. ഇപ്പോൾ MAC അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഓരോ യൂസേഴ്സിനും യൂണീക്കായിട്ട് വരുന്നൊരു അഡ്രസ്സാണ്. അത് ആദ്യം കോപ്പി ചെയ്യുക. എന്ത് ചെയ്തു, ഞാനത് കോപ്പി ചെയ്തെടുത്തു. ഓക്കെ, അത് കോപ്പി ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വരേണ്ടത് സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സെക്യൂരിറ്റി, പാരലൽ കൺട്രോൾ, ആക്സസ് കൺട്രോൾ, അഡ്വാൻസ് റൂട്ടിംഗ്, വയർലെസ്സിനകത്താണ്. ഓക്കെ, വയർലെസ്സിനകത്ത് ഇവിടെ വയർലെസ് സെറ്റിങ്സ് ഉണ്ട്. നമ്മളിവിടെ സാധാരണ നമ്മൾ പാസ്വേഡ് മാറ്റുന്ന സെറ്റിങ്സ് ഒക്കെ ഇവിടെ വരുന്നത്. അപ്പോൾ അതിന് താഴെ കാണാൻ പറ്റും വയർലെസ് MAC ഫിൽറ്ററിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയാൽ ഇപ്പോൾ ഇത് ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ വേണ്ടത് ഇത് എനേബിൾ ചെയ്യുകയാണെന്ന് വേണ്ടത്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് വഴിയാണ് നമുക്ക് MAC ID വെച്ച് വേറെ യൂസറെ നമ്മൾ വൈഫൈയിലോട്ട് കണക്ട് ചെയ്യാതിരിക്കാൻ സെറ്റ് ചെയ്യേണ്ടത്. അതായത് പാസ്വേഡ് അറിഞ്ഞാലും സെറ്റ് ചെയ്യാൻ പറ്റില്ല. പാസ്വേഡ് അടിച്ചാലും അയാൾക്ക് എത്രയായാലും അയാൾ കണക്റ്റ് ആവില്ല നമ്മളതിലോട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് എനേബിൾ ചെയ്യണം. ഇപ്പോൾ ഇതിവിടെ ഡിസേബിൾ എന്നാണ് കാണിക്കുന്നത്. അവിടെ എനേബിൾ ചെയ്യുക. ഇപ്പോൾ അത് എനേബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇനി ഈ പേജ് എടുത്ത് റീഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സെക്യൂരിറ്റി എനേബിൾഡ് എന്ന് കാണിക്കുന്നത്. ഇനി ഇവിടെ റൂളുണ്ട്. റൂൾ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് റൂളാണ്, ഡിനൈ ആലോ. നമ്മൾ ഡിനൈ ആണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ താഴെ എനേബിൾ ചെയ്തത് ഡിനൈ എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു യൂസറിനെ ആഡ് ചെയ്തിട്ട് അത് എനേബിൾ ചെയ്താൽ എന്ത് ചെയ്യും, ആ യൂസറിനെ ഡിനൈ ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു യൂസറിനെ ആഡ് ചെയ്യണം. യൂസറിനെ ആഡ് ചെയ്യാൻ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത MAC ID ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, ആദ്യം ഒരു ആഡ് ID MAC ID കൊടുക്കും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ അയാളെ പേര് ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ അയാളെ പേര് ഇവിടെ കൊടുത്തു. അപ്പോൾ ഞാൻ ആ യൂസറിനെ ബ്ലോക്ക് ചെയ്യാൻ പോകണം. എനേബിൾ ആക്കി ആ MAC ID ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ എന്തെങ്കിലും പേര് കൊടുക്കുക, എന്തെങ്കിലും ജസ്റ്റ് പേര് കൊടുത്താൽ മതി. സേവ് ചെയ്തു. ഇപ്പോൾ എന്ത് ചെയ്തു, ആ യൂസർ ഇതിലോട്ട് നമ്മൾ MAC ഫിൽറ്ററിലോട്ട് ആഡ് ആയി. നമുക്ക് വയർലെസ്സിൽ സെക്യൂരിറ്റിയിൽ ഫിൽറ്ററിങ്ങിൽ വന്നാൽ കാണാൻ കഴിയും ആ യൂസർ സ്റ്റാറ്റസ് എനേബിൾഡ് ആണ്.
അപ്പോൾ ഇതിനർത്ഥം ഇപ്പോൾ ഈ യൂസർക്ക് ഇനി ഈ വൈഫൈയിലോട്ട് കണക്ട് ചെയ്യാൻ കഴിയില്ല. ഇത് ഇവിടെ ഈ സെറ്റിങ്സ് എന്നുണ്ടോ, ഇനിയിപ്പോൾ അയാൾ പാസ്വേഡ് മാറ്റിയേ എന്ത് ചെയ്താലും കഴിയില്ല നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി. മാക് ഐ ഡി അയാളതിൽ എപ്പോഴും ഒന്ന് തന്നെ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അയാൾക്ക് ഇനി നമ്മളെ ഈ വൈഫൈ റൂട്ടിലോട്ട് കണക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് തോന്നുന്ന വല്ല യൂസേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നിങ്ങൾ വൈഫൈ എടുക്കണ്ടെന്നുണ്ടെങ്കിൽ അയാളെ മാക് ഐ ഡി എടുത്തിട്ട് ഇവിടെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു പ്രാവശ്യം കണക്ട് ചെയ്ത യൂസേഴ്സിനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതങ്ങനെ ഒരു ഡിബാക്ക് ഉണ്ട്, അല്ലെങ്കിൽ അവരെ ഡിവൈസ് എടുത്ത് അതിൽ നിന്ന് നമ്മൾ മാക് ഐ ഡി കണ്ടുപിടിച്ചിട്ട് ഇവിടെ ആഡ് ചെയ്യണം. പക്ഷേ ഇത് നല്ലൊരു മെത്തേഡാണ്. നമുക്കിപ്പോൾ ചിലരൊക്കെ നമ്മളെ വീട്ടിലും മറ്റും വന്ന വൈഫൈ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ വൈഫൈ പാസ്വേഡ് നമ്മൾ കൊടുക്കും. പിന്നീട് അവർ വീണ്ടും വരുമ്പോൾ നമ്മൾ പാസ്വേഡ് മാറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ചിലരൊക്കെ ഡൗൺലോഡൊക്കെ ചെയ്യുന്നുണ്ടാകും, കൂടുതലായിട്ട് ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇപ്പോൾ ഏത് യൂസറാണ് കൂടുതൽ ഡാറ്റ നമ്മളെ വൈഫൈയിൽ നിന്നും ഏത് യൂസറാണ് കൂടുതൽ ഡാറ്റ എടുക്കുന്നത് എന്നറിയാനുള്ള വേറൊരു ട്രിക്കുണ്ട്. ഞാൻ മറ്റൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് വളരെ ഈസിയാണ്. ഇപ്പോൾ നമുക്ക് ഇത് ഇനി വേണ്ടാന്ന് ജസ്റ്റ് ഈ മോഡ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താലാണ് ഈ സെറ്റിങ്സ് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് കൂടി വീണ്ടും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പുതിയ യൂസർ ഇപ്പോൾ ഈ ഒരു മാക് അഡ്രസ്സുള്ള യൂസർ ഇതിലോട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അയാൾക്ക് ഇത് കണക്റ്റ് ആവില്ല. അയാൾ പാസ്വേഡ് കറക്റ്റ് അല്ല എന്നല്ല കാണിക്കുക, അത് കണക്റ്റ് ആയിരിക്കില്ല. നമ്മളിനി പാസ്വേഡ് പറഞ്ഞു കൊടുത്താലും കാര്യമൊന്നുമില്ല. അത് അയാളെ ശരിക്കും ബ്ലോക്ക് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, വേണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാം. കുറച്ച് ടൈമിലേക്ക് മാത്രം എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഇവിടെ മാറ്റി മോഡിഫൈയിൽ എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് വെച്ചാൽ മതി ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഞാനത് ഡിസേബിൾ ചെയ്ത്. ഇത്രയാണ് ഇന്നത്തെ ട്രിപ്പ്. ഞാൻ ട്രിപ്പുകളും മറ്റും പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ്, mallumobile.com എന്നാണ്. അപ്പോൾ ആ വെബ്സൈറ്റ് ഇടയ്ക്ക് സന്ദർശിക്കുക. അതിലുള്ള ടിപ്സ് നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാതെ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലഭിക്കാൻ എൻ്റെ പേജ് മല്ലു മൊബൈൽ ലൈക്സ് ചെയ്യുക. താങ്ക് യു.